ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ അരമണിക്കൂറിനിടെ 3 അപകടം. അപകട പരമ്പര കിഴക്കൻ മേഖലയിൽ കിലോമീറ്ററുകൾ വ്യത്യാസത്തിൽ. അപകട കാരണം അമിത വേഗതയും അപ്രതീക്ഷിത മഴയും. ഉറുകുന്നു ഭൂസമരം, ശക്തമാകുന്നു സമരപരിപാടികൾ, കൂടുതൽ ശക്തമാക്കുമെന്ന് CPM. KB ഗണേഷ് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ CPIക്ക് എതിർപ്പില്ല. ഗണേശിനോട് വ്യക്തിവൈരാഗ്യമില്ലെന്നും LDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും CPI പത്തനാപുരം നേതൃത്വം. അധ്യാപികയെ തടഞ്ഞു നിർത്തി സ്വർണവും മൊബൈൽ ഫോണും കവർന്ന കേസിലെ പ്രതി പത്തനാപുരം പോലീസിന്റെ പിടിയിൽ. പത്തനാപുരത്ത് നിർധന യുവതിക്ക് വ്യാജ വിസ നൽകി കബളിപ്പിച്ചതായി പരാതി. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ അരമണിക്കൂറിനിടെ 3 വാഹനാപകടം. 2 മാസത്തിനു ശേഷം പെയ്ത വേനൽ മഴയ്ക്കിടെയാണ് കിഴക്കൻ മേഖലയിൽ അപകട പരമ്പര അരങ്ങേറിയത്. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു കിഴക്കൻ മേഖലയിൽ കൊല്ലം തിരുമംഗലം ദേശീയപാത അപകട പരമ്പരയ്ക്ക് സാക്ഷ്യം വഹിച്ചത്. ഒറ്റക്കൽ പാറക്കടവിന് സമീപം KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു ആദ്യ അപകടം. അപകടത്തിൽ ബസ് ഡ്രൈവർ കൊല്ലം കാവനാട് സ്വദേശി വിനോദ് കുമാറിന് ഗുരുതരമായി പരിക്കേറ്റു. 2.5 വയസ്സുകാരന് പുറമെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ബസിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് ആക്ഷേപം. ഇതിനു പിന്നാലെ 5:15 ഒറ്റക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം മിനി വാൻ തലകീഴായി മറിഞ്ഞ് അപകടമുണ്ടായി. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. തുടർന്ന് 5:20 തെന്മല തിയേറ്റർ ജംഗ്ഷന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ഗ്യാസ് സിലിണ്ടറുകൾ കയറ്റി വന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി. സ്വകാര്യ ഗ്യാസ് ഏജൻസിയുടെ തെന്മലയിൽ നിന്ന് ഉറുകുന്നിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനാണ് നിയന്ത്രണം വിട്ടത്. ഈ അപകടത്തിലും ഡ്രൈവർക്കാണ് പരിക്കേറ്റത്. ഗ്യാസ് ഏജൻസി ജീവനക്കാരനും ക്ലീനർക്കും നിസാര പരിക്കേറ്റു. 3 അപകടങ്ങൾക്കും കാരണമായത് വാഹനങ്ങളുടെ അമിത വേഗതയും മഴ മൂലം റോഡിലുണ്ടായ വഴുക്കലുമാണ്. പരിക്കേറ്റവരിൽ മിക്കവരും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിസാര പരിക്കേറ്റവരെ പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചു. ലൈവ് വാർത്ത, തെന്മല. അഞ്ചൽ പുനലൂർ പാതയിൽ പഴയരൂരിന് സമീപം നിയന്ത്രണം വിട്ട ലോറി ആരാധനാലയത്തിന് മുകളിലേക്ക് മറിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നും സിമന്റ് കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്.
അഞ്ചൽ കുളത്തൂപ്പുഴ പാതയിൽ പഴയരൂരിന് സമീപം കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ആരാധനാലയത്തിന് മുകളിലേക്ക് മറിഞ്ഞത്. തമിഴ്നാട്ടിൽ നിന്നും സിമന്റുമായി വന്ന ലോറി നിയന്ത്രണം തെറ്റി പഴയരൂർ പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന പെന്തക്കോസ്തൽ ദേവാലയത്തിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ പ്രാർത്ഥനാ ഹാൾ ഭാഗികമായി നശിച്ചിട്ടുണ്ട്. വാഹനത്തിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. കൊടും വളവുകൾ നിറഞ്ഞ പ്രദേശത്ത് ഇത്തരത്തിൽ അപകടങ്ങൾ നിത്യസംഭവമായിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് നിയന്ത്രണം തെറ്റിയ പച്ചക്കറി ലോറി മറിഞ്ഞ് ലോറി ഡ്രൈവറുടെ സഹായി മരണപ്പെട്ടിരുന്നു. പ്രദേശത്ത് അപകടങ്ങൾ പതിവാകുമ്പോഴും സ്പീഡ് ബ്രേക്കറുകളും ദിശാസൂചന ബോർഡുകളും സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. കൃത്യമായ ദിശാസൂചക ബോർഡുകളും അപകട നിയന്ത്രണ സംവിധാനങ്ങളും ഏർപ്പെടുത്തണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നാൽ PWD അധികൃതർ ഇതൊന്നും കണ്ടമട്ടില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഉറുകുന്നം ഭൂസമരം 13 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് CPM KSKTU തീരുമാനം. സർക്കാർ ഭൂരഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടയം നൽകിയ തെന്മല ആര്യങ്കാവ് പഞ്ചായത്തിലെ ഭൂരഹിതരാണ് KSKTUവിന്റെയും CPMന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ 1-ാം തീയതി മുതൽ ഉറുകുന്ന മുസ്ലിയാർ എസ്റ്റേറ്റിൽ കുടിൽകെട്ടി സമരം ആരംഭിച്ചത്. സമരം ആരംഭിച്ച് 13 ദിവസം പിന്നിട്ടിട്ടും പ്രശ്നപരിഹാരത്തിനായി യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്താനൊരുങ്ങിയാണ് KSKTUവും CPMും. ഉറുകുന്നിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പട്ടയം കൊടുത്ത് കബളിപ്പിച്ച 299 പേർ 1-ാം തീയതി മുതൽ തങ്ങൾക്ക് അനുവദിച്ച പട്ടയ ഭൂമിയിൽ കുടിൽകെട്ടി താമസമായിരിക്കുകയാണ്. എന്നാൽ നാളിതുവരെ ഈ സമരത്തെ സംബന്ധിച്ചിട്ട് ഒരു ചർച്ച നടത്തുന്നതിനോ ഇക്കാര്യത്തിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു ഒത്തുതീർപ്പുണ്ടാക്കുന്നതിനോ ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ പ്രതിനിധികളോ തയ്യാറായിട്ടില്ല. യഥാർത്ഥത്തിൽ 299 പേർക്ക് പട്ടയം നൽകിയിട്ട് ആ പട്ടയ ഭൂമി അവർക്ക് അളന്നു തിരിച്ചു കൊടുക്കുകയോ അവർക്ക് കരമടച്ച് അവരുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ കൊടുക്കുവാനോ ഗവൺമെന്റ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആ ഭൂമി പാട്ടത്തിന് കൈവശം വെച്ചിരുന്ന, പാട്ടത്തിനെടുത്ത് പാട്ട കാലാവധി കഴിഞ്ഞ് അനധികൃതമായി കൈവശം വെച്ചിരുന്ന തങ്ങൾ കുഞ്ഞു മുസ്ലിയാരുടെ കുടുംബവുമായി ചേർന്ന് നടത്തിയ ഒരു ഒത്തുകളിയുടെ ഭാഗമായി ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ചില സ്റ്റേ ഉത്തരവുകളുടെ മറവിൽ ഈ പാവപ്പെട്ട ആളുകളെ കബളിപ്പിക്കുകയാണുണ്ടായത്. ഇതിന്റെ ഭാഗമായി രാജ്യസഭാംഗവും പട്ടികജാതി ക്ഷേമനിധി സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് സോമപ്രസാദ് ഞായറാഴ്ച സമരഭൂമിയിലെത്തും. ഭൂരഹിതർക്ക് എസ്റ്റേറ്റിലെ 10 ഏക്കർ 20 സെന്റ് ഭൂമി പതിച്ചു നൽകുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ പട്ടയം നൽകി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഭൂമി നൽകാത്ത സാഹചര്യത്തിലാണ് ഭൂരഹിതർ സമരവുമായി രംഗത്തെത്തിയത്. മുൻപ് ഭൂമി പാട്ടത്തിനെടുത്ത മുസ്ലിയാർ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്തതിനെ തുടർന്നാണ് ഭൂമി പതിച്ചു നൽകാൻ കഴിയാതെയായത്. ചില റവന്യൂ ഉദ്യോഗസ്ഥരും ഇതിന് കൂട്ടുനിന്നതായും ആരോപണം ഉയരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിന് മാറ്റം വരുത്തി ഭൂരഹിതർക്ക് ഭൂമി പതിച്ചു നൽകാൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് CPMന്റെയും KSKTUവിന്റെയും തീരുമാനം. ഇതിന്റെ പിന്നിൽ നടക്കുന്ന ഗൂഢാലോചനയും കള്ളക്കളിയും മനസ്സിലാക്കിക്കൊണ്ടാണ് CPIMന്റെയും KSKTUവിന്റെയും നേതൃത്വത്തിൽ ആ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരം ആരംഭിച്ചു. ഇപ്പോ ഏതാണ്ട് 10-12 ദിവസക്കാലം ഈ സമരം പിന്നിടുകയാണ്. രാജ്യസഭാ അംഗമായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പട്ടികജാതി ക്ഷേമ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് സോമപ്രസാദ് സമരകേന്ദ്രത്തിലെത്തുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ തന്നെ സമരകേന്ദ്രത്തിലെത്തുകയും ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും പുനലൂർ നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മൾ ഈ മനുഷ്യ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഈ നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തെ ഒരു മനുഷ്യനെ ഒരു സാമൂഹ്യ ജീവിയായി മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭരണ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നിർഭാഗ്യവശാൽ നാച്ചുറൽ അല്ല, അത് ശരിക്കും പ്രകൃതിദത്തമായിട്ടുള്ളതല്ല. നമ്മളിപ്പോ നമ്മുടെ സമൂഹത്തിൽ നന്മ, നമ്മുടെ സമൂഹത്തിന്റെ മൂല്യങ്ങൾ, നമ്മുടെ സമൂഹത്തിന്റെ ഭരണഘടന, അല്ലെങ്കിൽ നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ നാം പരിപാലിക്കേണ്ട നിയമങ്ങൾ, ഇതെല്ലാം ഒരു സമൂഹം എന്നുള്ള നിലയിൽ മനുഷ്യന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളതാണ്. നഗരസഭാ കോൺഫറൻസുകൾ നടന്ന സെമിനാറിന്
നഗരസഭാ ഉപാധ്യക്ഷ കെ പ്രഭ അധ്യക്ഷയായി. ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി ഷിബു തോമസ് സ്വാഗതം പറഞ്ഞു. പുണ്ടൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് NJ രാജൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർമാനും MACT ജില്ലാ ജഡ്ജിയുമായ AK ഗോപകുമാർ വിഷയാവതരണം നടത്തി. തുടർന്ന് ഇന്ത്യൻ ഭരണഘടനയും പാർലമെന്ററി ജനാധിപത്യവും എന്ന വിഷയത്തിൽ പൊതു ചർച്ചയും നടന്നു. നഗരസഭാ കൌൺസിലർമാരും വിവിധ പഞ്ചായത്ത് ജനപ്രതിനിധികളുമടക്കം നിരവധി ആളുകൾ സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നിർധന യുവതിക്ക് വ്യാജവിസ നൽകി കബളിപ്പിച്ചതായി പരാതി. പത്തനാപുരം വാഴപ്പാറ സ്വദേശിനിയായ യുവതിയാണ് റിക്രൂട്ടിംഗ് ഏജന്റുമാർക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പത്തനാപുരം വാഴപ്പാറ കോളനി നിവാസിയായ മനോജിന്റെ ഭാര്യ സുധയെയാണ് വ്യാജവിസ നൽകി കബളിപ്പിച്ചതായി പരാതിയുള്ളത്. മഞ്ചള്ളൂർ സ്വദേശി ചെറിയാച്ചൻ, തലവൂർ മഞ്ഞക്കാല സ്വദേശി ജോബി എന്നിവർ ചേർന്ന് 50,000-ഓളം രൂപ വാങ്ങിയ ശേഷം വ്യാജവിസ നൽകിയെന്നാണ് പരാതി. സൗദി അറേബ്യയിൽ വീട്ടുജോലി വാഗ്ദാനം ചെയ്താണ് ഇവർ വ്യാജവിസ നൽകിയതത്രേ. ബാംഗ്ലൂരിൽ നിന്ന് വിമാനം കയറേണ്ടതെന്നാണ് ഏജന്റുമാർ കുടുംബത്തോട് പറഞ്ഞത്. തുടർന്ന് ബാംഗ്ലൂരിൽ നിന്നും വിമാനം കയറി ഷാർജയിലെത്തിയ സുധയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. പരിശോധനയിൽ കയ്യിലുള്ള വിസ വ്യാജമാണെന്നും കണ്ടെത്തി. തുടർന്ന് 5 ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ ഏറെ ബുദ്ധിമുട്ടിയാണ് സുധ ബാംഗ്ലൂരിൽ തിരിച്ചെത്തിയത്. ഇവിടെ വെച്ച് എയർപോർട്ട് പോലീസ് സുധയെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് 30 ദിവസത്തിനു ശേഷമാണ് സുധയ്ക്ക് ജാമ്യം ലഭിച്ചത്. മാസത്തിൽ 2 തവണ കേസിന്റെ ആവശ്യത്തിനായി ബാംഗ്ലൂരിൽ പോകണം. ഇതിനുള്ള പണം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് ഈ നിർധന കുടുംബം. ഏജന്റുമാരുടെ ചതിക്കുഴയിൽ വീണുപോയ ഇവർ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ്. ഇവിടുന്ന് അവര് വിസിറ്റിംഗ് വിസാക്കിയ ബാംഗ്ലൂരിൽ നിന്ന് ഷാർജയ്ക്ക് കയറ്റി വിട്ടത്. അവിടുന്ന് സൗദിക്ക് വേറെ വിസ തന്ന് പേഴ്സിനകത്ത് അവർ വെക്കാൻ പറഞ്ഞു വെച്ചു. പ്ലെയിനകത്ത് കയറുന്നതിന് മുമ്പ് ഷാർജ ചെന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഈ സൗദിക്കുള്ള വിസ ഒട്ടിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഒട്ടിച്ചു. എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ പഠിച്ചിട്ടുമില്ല, എനിക്ക് വിദ്യാഭ്യാസം അറിയാത്തതുകൊണ്ട് ഞാൻ അവർ പറഞ്ഞതുപോലെ ചെയ്തു. അത് കഴിഞ്ഞ് വിസിറ്റിംഗ് വിസ ബാംഗ്ലൂർ ഷാർജയിൽ ചെന്നവിടെ കീറിക്കളയണമെന്ന് പറഞ്ഞ് ഞാനത് കീറിക്കളഞ്ഞു. ഷാർജയിൽ ചെന്ന് 5 ദിവസം അവിടെ ഇരുന്ന് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് കയറ്റി വിട്ട്. അവിടുന്ന് എമിഗ്രേഷൻ ഇല്ലാന്ന് പറഞ്ഞാൽ അവിടുന്ന് എന്നെ കയറ്റി വിട്ടത്. ഇവിടെ വന്നപ്പോഴാണ് വിസിറ്റിംഗ് വിസ കീറിക്കളഞ്ഞത്. ഈ ഒട്ടിച്ചപ്പോൾ ഇത് സീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അവരെന്നെ പിടിച്ച് 25 ദിവസം ജയിലിനകത്ത് ഇട്ടിരുന്നു ബാംഗ്ലൂർ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് ഏജന്റ് അടുത്ത് നിന്നും വഴക്കുണ്ടാക്കി സ്വന്തമായിട്ട് എൻ്റെ ഭർത്താവ് തലയെല്ലാം അടിച്ചു പൊട്ടിച്ച ശേഷമാണ് അവരെന്നെ ജാമ്യത്തിൽ ഇറക്കിയത്. ഇപ്പം അവർ ഭയങ്കര ഭീഷണി, അവർക്ക് 5 ലക്ഷം രൂപ ഞങ്ങൾ വീട് നൽകണം എന്ന് പറഞ്ഞിട്ട്. പെട്ട വീട്ടിൽ നിന്ന് ഞാൻ ലോൺ എടുത്ത്, എൻ്റെ പൈസ ഇല്ലാതെ സൊസൈറ്റിയിൽ നിന്ന് 15,000 രൂപ ലോൺ എടുത്ത്, അല്ലാതെ വീട്ടുകളിൽ നിന്ന് 10-12,000 കടം വാങ്ങിച്ച് 19,000 രൂപ ഏജന്റിന് ഈ വിസായ്ക്ക് വേണമെന്ന് പറഞ്ഞ് കൊടുത്ത്, ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ കൊടുത്തത്. ജോലിയില്ല. ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് വീടുമില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്ന. 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് അലഞ്ഞു നടക്കുക. ആധാർ കൊണ്ടുവന്ന് അവിടെ ഒരു ഹോട്ടലിൽ, മലയാളി ഹോട്ടലിൽ പണയം വെച്ചിട്ടാണ് ഞാൻ രേഖാമൂലം കാപ്പി കുടിച്ചത്. കാപ്പി കുടിച്ച് വെച്ചെന്ന് എൻ്റെ കയ്യിൽ നിന്ന് മൊബൈലും വിറ്റ് കാപ്പി കുടിച്ച് ലാസ്റ്റ് ഇവരിപ്പോൾ കേസിന് പോകണമെന്ന് പറഞ്ഞ് ഞാൻ ഫസ്റ്റ് കേസിന് പൈസ കൊടുത്തു പോയി. ഞാനും എൻ്റെ ഭാര്യ കൂടെ പോയി. 2ാം കേസിന് ഞാൻ പൈസ ഇവർ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞ് 10,000 ദീപാഭാസം ജുവലറി കൊണ്ടുവന്ന് മനോജ് കൊണ്ട് പൈസ കൊടുക്കാൻ പറഞ്ഞ് ഞാൻ 3,000 രൂപ കൊണ്ട് കൊടുത്തു. ആ പൈസ കൊടുത്തതിന് ഇപ്പം അവർ ഈ 1 മാസത്തിന് 8-ാം തീയതി പൈസ കൊടുത്തു. 26-ാം തീയതി വീണ്ടും കേസിന് ഇവരെന്നോട് പൈസ ചോദിച്ചപ്പോൾ എനിക്ക് ഡൗട്ട് വന്നു. ഞാൻ പറഞ്ഞ് 1 മാസത്തിൽ 2 കേസ് എങ്ങനെ വരും, 1 കേസല്ലേ കേസുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 2ാം കേസ് പൈസ കൊടുക്കാൻ മടിച്ചു. ഇപ്പോൾ അതുകൊണ്ട് അവരെന്നെ വിളിച്ച് ഭീഷണിയായി വേറൊരാളുടെ മൊബൈലിൽ വിളിച്ച്. എനിക്ക് മൊബൈൽ ഇല്ലാത്ത കാരണം എൻ്റെ മൊബൈലും മോഷണമായി. ഇവർ തന്നെ എൻ്റെ മൊബൈലും മോട്ടിച്ച് തിരിച്ചൊരു കാർഡ്, എൻ്റെ ഭാര്യയുടെ തിരിച്ചൊരു കാർഡ്, ഐഡന്റിറ്റി കാർഡ്, ഇതെല്ലാം ഇവരൊരാളെ വിട്ട് സുരേഷ് എന്ന് പറഞ്ഞ പുനലൂരുള്ള ഒരാൾ, ഇവരുടെ കൂടെയുള്ള 3ാമത്തെ ഏജന്റാണത്. അവനാണ് എന്നെ ബാംഗ്ലൂരിട്ട് അടിക്കുകയും എൻ്റെ കയ്യിൽ നിന്ന് മൊബൈല്, എൻ്റെ ഭാര്യയുടെ ഐഡന്റിറ്റി കാർഡ്, ആധാർ, ഇതെല്ലാം കൂടെ ഫോട്ടോ എല്ലാം കൂടെ മോട്ടിച്ചുകൊണ്ട് പോയതും. എനിക്ക് തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് വരാൻ വണ്ടിക്കൂലില്ല. ഞാൻ കള്ളട്രെയിൻ കയറിയാണ്. കായംകുളത്ത് വന്ന് ഒരു ലോട്ടറിക്കാരൻ്റെ ആണെന്ന് കായംകുളത്ത് നിന്ന് എനിക്ക് 40 വരെ വണ്ടിക്കൂലി വാങ്ങിച്ചതും. 2ാം കുറ്റി വരെ നടന്നാണ്, കായംകുളത്ത് നിന്ന് നടന്നാണ് വന്ന് ബസ് കയറിയതും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. Pushpagreel Central School, Edaman 34, managed by Pushpagreel Educational and Charitable Trust. Situated in the lap of Tenmala, India's first planned ecotourism destination, the school follows CBSE curriculum. Its prime importance is inculcating discipline and self-confidence among students with a view to emerge as global leaders. Most advanced and modern methods of teaching and learning, well-qualified teachers, fully fledged laboratory, modern computer lab, and a library. A wide green campus with architectural designed building.
With the help of smart class, students learn by watching visual and animation. Pushpagril Happy Kids is a home away from home. In Pushpagril Happy Kids, children play, learn and grow together. It is the first and only CBSE affiliated school in Thenmala and Aringao Panchayat. Bus facilities are available in a radius of 25 kilometers. Pushpagril Central School, Edaman 34, managed by Pushpagril Educational and Charitable Trust. SMV Herbal Remedies Private Limited, Kunnikod. ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്ത് 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ, അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോടുകൂടിയ പ്രവർത്തനം. GMP ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. എല്ലാ കഷായങ്ങളുടെയും ക്യാപ്സ്യൂളുകൾ ലഭ്യമാണ്. ഔഷധ നിർമ്മാണ രംഗത്ത് കിഴക്കൻ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനം SMV ഹെർബൽ റെമഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കുന്നിക്കോട്. ഫോൺ 0475232533. എത്ര തിളക്കമായിരുന്നു ആ ദിവസം. വിണ്ണിലെ നക്ഷത്രങ്ങളെ പോലെ ഒരു ദിവസം ഓർക്കുന്നുണ്ടോ? പറയാതെ ഞാൻ കാത്തിരുന്ന ദിവസം. മറക്കാൻ കഴിയുന്നതല്ല നീ എന്റേതായ നിമിഷം. പരിശുദ്ധമായ സ്വർണം ഓർമ്മകൾക്ക് കൂടുതൽ തിളക്കമേകുന്നു. പവിത്രം ജുവലേഴ്സ്, മാർക്കറ്റ് റോഡ്, പുനലൂർ. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. സോഡിയാക് സിൽക്സ്, ഓപ്പോസിറ്റ് ടൗൺ ജുമാ മസ്ജിദ്, പത്തനാപുരം. പത്തനാപുരം സോഡിയാക്കിൽ വൻ ഡിസ്കൗണ്ട് മേള. സോഡിയാക്കിന്റെ 1ാമത് വാർഷികം പ്രമാണിച്ച് ക്ലിയറൻസ് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും 50% ഡിസ്കൗണ്ട്. കുറച്ചു പണവുമായി വരൂ, കൂടുതൽ വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ മറ്റനേകം സമ്മാനങ്ങളും. ഈ അവസരം ഏതാനും ദിവസങ്ങൾ മാത്രം. പത്തനാപുരം സോഡിയാക്കിൽ വൻ ഡിസ്കൗണ്ട് മേള. ഈ ശുഭവേളയിലേക്ക് ഏവർക്കും സ്വാഗതം. സോഡിയാക് സിൽക്സ്, ഓപ്പോസിറ്റ് ടൗൺ ജുമാ മസ്ജിദ്, പത്തനാപുരം. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. നേത്ര ചികിത്സാ രംഗത്ത് 7 വർഷത്തെ സേവന പാരമ്പര്യവുമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഭാരത് കണ്ണാശുപത്രി ഇപ്പോൾ അത്യാധുനിക സൗകര്യങ്ങളും നേത്ര വിദഗ്ധരുടെ പരിചരണവും സേവനങ്ങളും കൂടുതൽ സമയവും ലഭ്യമാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിൽ എതിർവശം, പുനലൂർ. ഫോൺ 8891949693, 9496949693, 9447772610. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി,
അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജുവല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. Kamal Engineering College, established in 2002, is a leading self-financing private co-educational institution under the Kamal Educational Trust, owned and managed by the Believers Church. An ISO 9001-2008 certified Christian minority institution approved by AICTE and affiliated to Mahatma Gandhi University. The engineering courses offered here: civil engineering, computer science and engineering, electrical and electronics engineering, electronics and communication engineering, information technology, mechanical engineering, BTech regulations, BTech syllabus. MTech courses offered here: MTech in communication engineering, MTech in computer science and engineering. Department of Management Studies offers the MPA program shall be spread over 2 years duration with 4 semesters. The course is affiliated to Mahatma Gandhi University, Kottayam, Kerala. ഹോളിമാസ് സെൻട്രൽ സ്കൂൾ ഇടമൺ. വിദ്യാഭ്യാസത്തിൽ കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കമ്പ്യൂട്ടർ ടീച്ചിംഗ്, മികച്ച സൂപ്പർവിഷൻ ആൻഡ് ഗൈഡൻസ്, അഫോർഡബിൾ ഫീസ്, ഫ്രീ ആൻഡ് സ്പെഷ്യൽ ട്യൂഷൻ ഫോർ ദ ബാക്ക്വേർഡ്. എല്ലാ റൂട്ടിലേക്കും സ്കൂൾ ബസ് സൗകര്യവും പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകരുടെ അധ്യാപനം. പുതിയ കരിക്കുലം അനുസരിച്ച് കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നിവ അനായാസം കൈകാര്യം ചെയ്യുവാനുള്ള ലാംഗ്വേജ് ലാബ്. കുട്ടികളെ ഓൾറൗണ്ടേഴ്സ് ആക്കുക എന്ന ലക്ഷ്യത്തോടെ ആർട്സ് ആൻഡ് സ്പോർട്സ്, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ്, സ്മാർട്ട് ക്ലാസ് എന്നിവ ഞങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കായി ഉറപ്പു നൽകുന്നു. Classes started for LKG to all classes. Come in to learn. Go out to serve. Holy Mass Central School, Idaman. Phone 0475 233 6051 94472 47563. പുനലൂരിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് വേറിട്ട ഒരു അനുഭവമായി ലഷ് കോസ്മെറ്റിക്. സ്ത്രീ സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഈ വിസ്മയ ലോകം തുറക്കാൻ ഞാനെത്തുന്നു മാർച്ച് 14 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക്. ലഷ് കോസ്മെറ്റിക്, SN കോളേജ് ജംഗ്ഷൻ, ചെമ്മന്തൂർ, പുനലൂർ. മറക്കണ്ട, മാർച്ച് 14 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക്. അധ്യാപികയെ തടഞ്ഞു നിർത്തി സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും കവർന്ന കേസിലെ പ്രതി പിടിയിലായി. തലച്ചിറ സ്വദേശി അനൂപാണ് പത്തനാപുരം പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ 23-നായിരുന്നു സംഭവം. പുന്നല സ്വദേശിനിയായ അധ്യാപിക വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങവെ പുന്നല ജംഗ്ഷന് സമീപം വിജനമായ പ്രദേശത്ത് വെച്ച് ബൈക്കിലെത്തിയ അനൂപ് ഇവരുടെ 3.5 പവൻ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും പിടിച്ചുപറിക്കുകയായിരുന്നു. ബൈക്കിലെത്തിയ ഇയാൾ അധ്യാപിക ബഹളം വെച്ചതോടെ ബൈക്ക് ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ അധ്യാപിക നൽകിയ പരാതിയിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉപേക്ഷിച്ച ബൈക്ക് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ബാംഗ്ലൂരിൽ നിന്നുമാണ് ഇയാൾ പിടിയിലായത്. സംഭവത്തിന് ശേഷം ബാംഗ്ലൂരിലെ ആർമി റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിൽ കായിക പരിശീലകനായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. കൊട്ടാരക്കര, കുന്നിക്കോട് സ്റ്റേഷനുകളിലാണ് കേസുകൾ ഏറെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും പോലീസ് പറയുന്നു. പ്രതി ഞങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ കണ്ടെത്തുകയും ബാംഗ്ലൂരാണെന്ന് അറിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്നും പ്രതിയെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. പ്രതി നിരവധി കേസുകളിലെ പ്രതിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾക്കായിട്ട് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. പത്തനാപുരം ലിമിറ്റിൽ മറ്റ് കേസുകളൊന്നും തന്നെ ഇല്ല. കൊട്ടാരക്കര, കുന്നിക്കോട് ലിമിറ്റുകളിൽ പ്രതിക്ക് കേസുള്ളതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂർ സിറ്റിക്ക് അടുത്തുള്ള ഒരു മിലിറ്ററിക്ക് ട്രെയിനിങ് കൊടുക്കുന്ന, മിലിറ്ററിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന അക്കാദമിയിലേക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്ട്രക്ടറായിട്ട് ജോയിൻ ചെയ്തതായിരുന്നു. നമ്മൾ ചെല്ലുന്ന സമയത്ത് പ്രതി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്തുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പ്രതി സ്റ്റേഷനിലോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. റബ്ബർ ഷീറ്റ് മോഷണ കേസുകളാണ് ഇവയിൽ ഏറെയും. പത്തനാപുരം SI രാഹുൽ രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ലൈവ് വാർത്ത, പത്തനാപുരം. KB ഗണേഷ് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ CPIക്ക് എതിർപ്പുണ്ടെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് പത്തനാപുരത്തെ CPI നേതൃത്വം. LDF തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി CPI ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും ഗണേഷ് കുമാറിനോട് CPIക്ക് യാതൊരു വ്യക്തിവൈരാഗ്യവുമില്ലെന്നും CPI മണ്ഡലം സെക്രട്ടറി M ജിയാസുദ്ദീൻ പറഞ്ഞു. സംസ്ഥാന തലത്തിൽ LDF ഉണ്ടാക്കുന്ന ധാരണയ്ക്കും തീരുമാനങ്ങൾക്കും വിധേയമായി പ്രവർത്തിക്കുക എന്നതാണ് കീഴ്ഘടകങ്ങളുടെ സംഘടനാപരമായ രീതി.
ഇത്തരം കാര്യങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന തലത്തിലുണ്ടാകുന്ന ധാരണകൾക്ക് അതുപോലുള്ള തീരുമാനങ്ങൾക്കും വിധേയമാണ്. അതിൽ പ്രത്യേകിച്ച് പ്രാദേശിക കമ്മിറ്റികൾക്ക് അഭിപ്രായം പറയേണ്ടുന്ന കാര്യമില്ല. ആ ഒരു സാഹചര്യത്തിൽ വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ്. കഴിഞ്ഞ 15 വർഷക്കാലം പത്തനാപുരം മണ്ഡലത്തിൽ CPI എടുത്ത നിലപാട് UDFിൻ്റെ ജനവിരുദ്ധ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെയുള്ള സമരങ്ങളായിരുന്നു. അല്ലാതെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതോ MLAയുമായി ബന്ധപ്പെട്ടതോ ആയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് രാഷ്ട്രീയ നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നു. ആ രാഷ്ട്രീയ നിലപാട് ജനങ്ങളിലെത്തിക്കുക എന്ന ദൗത്യം അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി എന്ന നിലയിൽ CPI ഏറ്റെടുക്കുന്നു. പുനലൂർ രൂപതയിലെ യുവജന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന യൂത്ത് ക്രോസ് പ്രയാണത്തിന്റെ സമാപനം ഉറുകുന്ന ഹോളി ക്രോസ് ദേവാലയത്തിൽ നടന്നു. കഴിഞ്ഞ 1 മാസമായി യൂത്ത് ക്രോസ് പ്രയാണം നടന്നുവരികയായിരുന്നു. പുനലൂർ രൂപതയിലെ എല്ലാ ഇടവകയിലെയും യുവജന വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് യൂത്ത് ക്രോസ് പ്രയാണം ആരംഭിച്ചത്. രൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും സന്ദർശനം നടത്തുന്ന പരിപാടിയായിരുന്നു യൂത്ത് ക്രോസ് പ്രയാണം. കഴിഞ്ഞ 1 മാസമായി ആരംഭിച്ച യൂത്ത് ക്രോസ് പ്രയാണത്തിന്റെ സമാപന ചടങ്ങാണ് ശനിയാഴ്ച ഉറുകുന്ന് ഹോളി ക്രോസ് ദേവാലയത്തിൽ നടന്നത്. സമാപന ചടങ്ങ് പുനലൂർ രൂപത ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ ഉദ്ഘാടനം ചെയ്തു. പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും പിതാവിന്റെ ഹിതം നിറവേറ്റുവാനായിട്ട് യേശു സന്നദ്ധനായി. യേശു കുരിശിലൂടെ മനുഷ്യരുടെ ഏവരുടെയും മോചനം സാധ്യമാക്കി. അതുകൊണ്ട് തന്നെ ഇത് ഒരു വിഭാഗത്തിന്റെയോ കത്തോലിക്കരുടേതോ മാത്രമല്ല, മനുഷ്യകുലത്തിന്റെ മുഴുവനുമാണ്. ഈ കുരിശിനെ കാണുന്നവരും കുരിശിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവരും തീർച്ചയായിട്ടും സമാധാനത്തിന്റെയും കരുണയുടെയും വക്താക്കളായിട്ട് മാറും. ഏവർക്കും സമർത്ഥമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഇടവക വികാരി സ്റ്റീഫൻ ചാലക്കര ചടങ്ങിൽ അധ്യക്ഷനായി. യുവജന വിഭാഗത്തിലെ 3500 പരം പ്രവർത്തകരാണ് യൂത്ത് ക്രോസ് പ്രയാണത്തിൽ പങ്കാളികളായത്. യൂത്ത് ക്രോസ് യുവതി യുവാക്കൾ അവരുടെ കരങ്ങളിലേക്ക് ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. വിശ്വാസത്തിന്റെ ദീപ്തി വിളംബരം ചെയ്യുന്ന ഉറുകുന്ന മലയുടെ മുകളിലേക്കുള്ള കുരിശുയാത്ര ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു.
ലോകത്തിൻ ഇനകൾ ചുമന്നേ ദിവ്യനാഥൻ നിന്നതും രണ്ടാം സ്ഥലം ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ട് താൻ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ചു. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റും നോക്കുക, സ്നേഹിതന്മാർ ആരുമില്ല. യൂദാസ് അവിടുത്തെ ഒറ്റിക്കൊടുത്തു, പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു, മറ്റ് ശിഷ്യന്മാർ ഓടിയൊളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോഴെവിടെ? ഹോശാന പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ അവിടെ ആരുമില്ല. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് രൂപത യൂത്ത് ഡയറക്ടർ ഷാജൻ വളവിൽ, പുനലൂർ ലാറ്റിൻ കത്തോലിക്ക യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ജിബിൻ ഗബ്രിയേൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് പ്രവർത്തകർ കുരിശുമലയും കയറി. 25-ാം തീയതി ഉറുകുന്ന ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ഉറുകുന്ന കുരിശുമലയിലേക്ക് പ്രത്യേക കുരിശിന്റെ വഴിയുണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ്, 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വനിതാ വികസന കോർപ്പറേഷന്റെ സന്ദേശ് 1 പദ്ധതിക്ക് അഞ്ചൽ പഞ്ചായത്തിൽ തുടക്കമായി. അഗസ്ത്യക്കോട് മഹാദേവ ക്ഷേത്രത്തിന് സമീപമാണ് സന്ദേശ് 1 കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള വനിതാ വികസന കോർപ്പറേഷന്റെ പദ്ധതിയായ സന്ദേശ് 1-നാണ് അഞ്ചൽ പഞ്ചായത്തിൽ തുടക്കമായത്. ഓരോ വീടിനെയും സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. അത്യാധുനിക സാങ്കേതിക വിദ്യയിലുള്ള പ്രോജക്ടുകളായ കോഴി വളർത്തൽ, ആട് വളർത്തൽ, മത്സ്യകൃഷി, കൂൺ കൃഷി, മഴവെള്ള സംഭരണി എന്നിവയും പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഓരോ വീട്ടിലെയും വാട്ടർ ടാങ്കിൽ ഇറങ്ങാതെ തന്നെ വാട്ടർ ടാങ്ക് വൃത്തിയാക്കുന്ന ഭാരത സർക്കാരിന്റെ പേറ്റന്റ് ലഭിച്ച ചിലവ് കുറഞ്ഞ അത്യാധുനിക സാങ്കേതിക വിദ്യയും ഒരാൾ പൊക്കമുള്ള 3 വർഷം കൊണ്ട് കായ്ക്കുന്ന സാർഫ് തെങ്ങിൻ തൈകളും മരമായി വളരുന്ന സൗഹൃദ ചീരയും സന്ദേശ് 1 കേന്ദ്രത്തിൽ ലഭ്യമാണ്. കുടുംബശ്രീ യൂണിറ്റുകൾക്കും മറ്റ് ജനങ്ങൾക്കും പ്രോജക്ടുകൾ ഇഷ്ടാനുസരണം വായ്പാ സൗകര്യത്തോടെ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും ലഭ്യമാണ്. ഭാരത സർക്കാരിന്റെ NSDC നടത്തുന്ന അത്യാധുനിക രീതിയിൽ പച്ചക്കറി കൃഷി എന്ന കോഴ്സിലേക്കുള്ള രജിസ്ട്രേഷൻ സന്ദേശ് 1 കേന്ദ്രത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. അഞ്ചൽ അഗസ്ത്യക്കോട് മഹാദേവ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന സന്ദേശ് 1 കേന്ദ്രം വനിതാക്ഷേമത്തിന് ഉതകുന്ന പുതിയ പ്രോജക്ടുകൾ നടപ്പിലാക്കുവാനുള്ള ശ്രമത്തിലാണ്. കേരളത്തിലെ ഓരോ വീടിനെയും സ്വയം പര്യാപ്തിയിലെത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം. ഒരു വീട് സ്വയം പര്യാപ്തിയിലെത്തണമെങ്കിൽ അവിടെ നല്ല ആഹാരം, ആരോഗ്യം, അങ്ങനെ നിരവധി കാര്യങ്ങൾ നേരിടേണ്ടതായിട്ടുണ്ട്. ഈ പ്രോജക്റ്റിന്റെ പൂർണ്ണമായി ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ നിർമ്മിതമായ
കോഴി വളർത്തൽ, ആട് വളർത്തൽ, മത്സ്യകൃഷി, മറ്റ് നിരവധി പ്രോജക്റ്റുകളും സന്ദേശം കേന്ദ്രത്തിലുണ്ടാവും. ഇപ്പോൾ വളരെ ഉടൻ തന്നെ ആരംഭിക്കുന്ന പുതിയ പ്രോജക്റ്റുകളാണ് അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ തന്നെ കുമിൾ കൃഷി, പിന്നെ ഭാരത സർക്കാർ നാളികേര വികസന ബോർഡ് അംഗീകരിച്ച ഡ്രാഫ്റ്റ് കോക്കനട്ടിന്റെ തൈകളും സന്ദേശം കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാണ്. പിന്നെ മരമായി വളരുന്ന സൗഹൃദ ചീര, പിന്നെ മറ്റ് നിരവധി പ്രോജക്റ്റുകളും സന്ദേശവൻ കേന്ദ്രത്തിലുണ്ടാവും. സന്ദേശവൻ കേന്ദ്രത്തിൽ 5 പഞ്ചായത്തിന്റെ കേന്ദ്രം പ്രവർത്തിക്കുന്നത് അഗസ്ത്യകൂട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിനോട് സമീപത്ത് തന്നെയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ലൈവ് വാർത്ത അഞ്ചൽ. SNDP യോഗം പത്തനാപുരം യൂണിയന്റെ 4ാമത് വാർഷിക പൊതുസമ്മേളനം മംഗല്യ ഹാളിൽ നടന്നു. SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി PT മന്മഥൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഭൗതികമായ വളർച്ചയെ ആസ്പദമാക്കിയാണ് ആത്മീയമായ കേന്ദ്രങ്ങളുടെ പോലും മുന്നേറ്റം വിലയിരുത്തുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ പരമപ്രധാനമായിട്ട് നമുക്കൊരു ആസ്ഥാനം വന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരായിട്ട് എനിക്ക് തോന്നി. കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെയാണെങ്കിൽ ഒരു ആസ്ഥാനം അതിനെ പണികരിക്കണമെങ്കിൽ പുതിയ യൂണിയൻ സ്ഥലം വാങ്ങണമെങ്കിൽ ആ യൂണിയനുള്ള സമുദായ അംഗങ്ങളുടെ പിരിവെടുത്ത് അങ്ങനെയാണ് സ്ഥലം വാങ്ങുന്നത്. ഇവിടെ സെക്രട്ടറി തന്നെ നല്ല മനസ്സോടുകൂടി സംഘടനയ്ക്ക് വേണ്ടി സ്ഥലം കൊടുത്തു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ആസ്ഥാന മന്ദിരമാണ്. ആ ആസ്ഥാന മന്ദിരം പോലും പല യൂണിയനുകളിലും ശാഖാ സെക്രട്ടറി പ്രസിഡന്റുമാരെ കളക്ട് ചെയ്ത് ശാഖയിൽ നിന്ന് കൊണ്ടുകൊടുക്കുന്ന പണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെങ്കിൽ സെക്രട്ടറി അഡ്വാൻസായി തന്നെ പണം മുടക്കി ഏതാണ്ട് നല്ല ഒരു ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു എന്നുള്ള സന്തോഷകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് ആദംകോട് കെ ഷാജി അധ്യക്ഷനായ ചടങ്ങിൽ യൂണിയൻ സെക്രട്ടറി ബി ബിജു കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. യോഗം കൌൺസിലർ പച്ചയിൽ സന്ദീപ്, ബോർഡംഗങ്ങളായ പിറവന്തൂർ ഗോപാലകൃഷ്ണൻ, ബി ഷാജി, വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് സുലത പ്രകാശ്, സെക്രട്ടറി ശശിപ്രഭ, പുനലൂർ യൂണിയൻ സെക്രട്ടറി പി ഹരിദാസ്, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് എം അരുൺ, സെക്രട്ടറി എസ് ബിജു തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ യൂണിയന്റെ പരിധിയിലുള്ള ശാഖകളിൽ നിന്ന് നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ലൈവ് വാർത്ത പത്തനാപുരം. അപകട ഭീഷണി ഉയർത്തി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ. പുനലൂർ നരിക്കൽ റോഡിലാണ് പൈപ്പുകൾ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനായാണ് മാസങ്ങൾക്ക് മുമ്പേ വാട്ടർ അതോറിറ്റി പൈപ്പുകൾ വിവിധ സ്ഥലങ്ങളിലായി എത്തിച്ചത്. ഇതിൽ പുനലൂർ നരിക്കൽ റോഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന പൈപ്പുകളാണ് ഇപ്പോൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നത്. റോഡരികിൽ അടുക്കിവെച്ചിരുന്ന പൈപ്പുകൾ ശനിയാഴ്ച പുലർച്ചെയാണ് സാമൂഹ്യവിരുദ്ധർ റോഡിലേക്ക് ഇറക്കിയിട്ടത്. ഇതുമൂലം ചെമ്മന്തൂർ നരിക്കൽ റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. മഴ പെയ്തതോടെ ഇതുവഴിയുള്ള കാൽനട യാത്രയും വാഹന ഗതാഗതവും ഒരുപോലെ ബുദ്ധിമുട്ടായി. പൈപ്പുകൾ അടിയന്തരമായി മാറ്റണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ഒന്നാമത് ഈ പൈപ്പ് കൊണ്ടിട്ടേക്കെന്ന് പറഞ്ഞാൽ എത്രയോ കാലം കൊണ്ട് കിടക്കുന്നത്. ഇതിപ്പോൾ തെള്ളിയിട്ടതാണെന്നോ അല്ലാതെ വീണതാണെന്നോ നമുക്കറിയത്തില്ല. പക്ഷെ ഇതിപ്പം രാത്രി ബൈക്കുകാർ വന്നാൽ പോലും അവർക്ക് ഏറ്റവും ഒരു അപകടമാണ് എന്ന് പറഞ്ഞാൽ ഒരു ബസ് കഷ്ടിച്ച് പോകാൻ തന്നെ ഉള്ള റൂട്ടാണിത്. ഇതിനകത്തൊന്ന് ഒന്നെങ്കിൽ ഇപ്പം ജപ്പാൻ കുടിവെള്ളാതി എന്നിട്ട് അവർ അവിടെ എടുക്കണം, അല്ലെങ്കിൽ മെയിൻ റോഡ് അതിനകത്ത് എന്തായാലും ചെയ്യുന്നത് ഒന്നീ പൈപ്പിൽ നിന്ന് മാറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ ഇത് തെള്ളിയിട്ടതാണോ തെള്ള്, അല്ലെങ്കിൽ ഒരിക്കലും ഇതുപോലെ വരാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി എടുത്തേക്കും. കൂടാതെ ഇവിടുത്തെ റോഡിന്റെ തകർച്ചയും യാത്രക്കാരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ലൈവ് വാർത്ത പുനലൂർ. ഇനി സ്വർണ്ണവില നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയിൽ അരമണിക്കൂറിനിടെ 3 അപകടം. അപകട പരമ്പര കിഴക്കൻ മേഖലയിൽ കിലോമീറ്ററുകൾ വ്യത്യാസത്തിൽ. അപകട കാരണം അമിത വേഗതയും അപ്രതീക്ഷിത മഴയും. ഉറങ്ങുന്നു ഭൂസമരം ശക്തമാകുന്നു. സമരപരിപാടികൾ കൂടുതൽ ശക്തമാക്കുമെന്ന് CPM. കെ.ബി. ഗണേഷ് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ CPIക്ക് എതിർപ്പില്ല. ഗണേഷിനോട് വ്യക്തിവൈരാഗ്യമില്ലെന്നും LDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും CPI പത്തനാപുരം നേതൃത്വം. അധ്യാപികയെ തടഞ്ഞു നിർത്തി സ്വർണവും മൊബൈൽ ഫോണും കവർന്ന കേസിലെ പ്രതി പത്തനാപുരം പോലീസിന്റെ പിടിയിൽ. പത്തനാപുരത്ത് നിർധന യുവതിക്ക് വ്യാജ വിസ നൽകി കബളിപ്പിച്ചതായി പരാതി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.